ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് മീഷോ പ്രൊഡക്ട്സ് ആയിട്ട് എത്തിയിട്ടുണ്ട്. പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളണ്ടേ. ഇന്നത്തെ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു ബോട്ടിൻ്റെ സെറ്റാണ്. 16 എണ്ണം വരുന്ന ഒരു സെറ്റാണിത്. 4 ഡിഫറെൻറ്റ് സൈസിലാണ് കേട്ടോ വരുന്നത്. ഓരോ 4 എണ്ണം വീതം ഓരോ സൈസിലാണ് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതാ കൂട്ടത്തിൽ ഏറ്റവും വലിയത് ഇതാണ്. ഇതിലൊരു 1 kg കപ്പാസിറ്റി ഉണ്ടാവും. ആ ഒരു രീതിയിലാണ് ഏറ്റവും വലിയ ബോട്ടിൽ വരുന്നത്. പിന്നെ അതിൻ്റെ നേരെ ചെറുതായിട്ട് ഇതാണ് കേട്ടോ. അപ്പം ബോട്ടിലെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ആണ് മെറ്റീരിയൽ വന്നിട്ട്, ലിഡും പ്ലാസ്റ്റിക് തന്നെയാണ്. ഇതുപോലെ ബോട്ടിന്റെ മേലെ ഇങ്ങനെയുള്ള കുറച്ച് ലൈൻസ് ഒക്കെ കൊടുത്തിട്ട്, സിൽവർ കളറിൽ ലൈൻസ് ഒക്കെ കൊടുത്തിട്ട് ഗ്രേ കളറിലുള്ള ബോട്ടിലാണ് കേട്ടോ. കാണാൻ നല്ല നീറ്റ് ലുക്കുള്ളൊരു ബോട്ടിലാണ്. നമ്മൾ കിച്ചണിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചാലൊക്കെ കിച്ചൺ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് വാങ്ങാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല 4 ഡിഫറെന്റ് സൈസിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കിച്ചൺ ഇൻഗ്രീഡിയൻസും ഇട്ട് വെക്കാൻ പാകത്തിനാണ് ഈ ഒരു ബോട്ടിൽസ് വരുന്നത്. കാരണം അത്രയും 16 എണ്ണമാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏകദേശം എല്ലാ സാധനങ്ങളും ഈ ഒരു കണ്ടെയ്നറിൽ തന്നെ നമുക്ക് ഒതുക്കി വെക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ അപ്പൊ ഇനി ഇതിന്റെ പ്രൈസും കൂടി പറഞ്ഞുതരാം. 305 രൂപയാണ് കേട്ടോ ഈ ഒരു കണ്ടെയ്നേഴ്സിന് എല്ലാത്തിനും കൂടി വരുന്നത്. അപ്പൊ എന്താണ് നമുക്ക് വേർത്താണ്. കാരണം ആ ഒരു പൈസക്ക് എന്തായാലും നമുക്ക് ഷോപ്പിൽ പോയാൽ കിട്ടൂല. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വേർത്തായുള്ള പ്രൊഡക്റ്റ് ആണ്. നല്ല ക്വാളിറ്റിയിൽ വരുന്ന കുറച്ച് ബോട്ടിൽസും ആണ് കേട്ടോ. അപ്പൊ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, ചെക്ക് ചെയ്ത് നോക്കിക്കൊള്ളണ്ടേ. ഇനിയിപ്പോ അടുത്ത പ്രൊഡക്റ്റ് 2 ട്രേ ആണ്. അതായത് ഇത് എഗ് ട്രേസ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇത് 2 എണ്ണം അല്ല, ഇതൊരൊറ്റ സെറ്റ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. അതായത് ഒന്നൊന്നിന്റെ മേലെ അറ്റാച്ച് ചെയ്ത് വെക്കുന്ന രീതിയിലാണ് ഇത് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുക കേട്ടോ. നമുക്ക് ഒരേ ടൈമിൽ 20 മുട്ട വരെ നമുക്ക് ഈ ഒരു ട്രേയിൽ അറേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ. ഓരോന്നായിട്ട് വെക്കുമ്പോൾ 20 മുട്ട വരെ അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പൊ ഈ ഒരു രീതിയിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ വെക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിലൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് എടുത്തു വെക്കാൻ കഴിയും കേട്ടോ. അപ്പൊ ഇതിന്റെ പ്രൈസ് 141 രൂപയായിരുന്നു. ആ ഒരു പ്രൈസിന് വേർത്തുള്ള പ്രൊഡക്റ്റ് ആണ്. കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്ന പ്ലാസ്റ്റിക് ആണ് കേട്ടോ. നല്ല ഹെവി പ്ലാസ്റ്റിക് തന്നെയാണ് വരുന്നത്. അപ്പം അങ്ങനെ കേട്ടോ. അപ്പൊ എന്തുകൊണ്ട് വേർത്തുള്ള പ്രൊഡക്റ്റ് ആണ്. നമ്മൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ വൃത്തിയായി സൂക്ഷിക്കാൻ, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ വേണമെന്നില്ല, കിച്ചണിൽ ഇങ്ങനെ വൃത്തിയായി നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ്. അപ്പം പെട്ടെന്ന് വാങ്ങിച്ചോളുണ്ടോ. പ്രൈസ് കൂടുന്നതിന് മുന്നേ, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നതിന് മുന്നേ ഒക്കെ താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ കൂടുതൽ ആലോചിച്ച് നിൽക്കാതെ പെട്ടെന്ന് വാങ്ങിക്കോളുണ്ട് കേട്ടോ. ഇനിയിപ്പോ അടുത്ത പ്രൊഡക്റ്റ് ഈ ഒരു ചപ്പാത്തി പരത്തുന്ന ഈ ഒരു സംഭവം, അതുപോലെ ഈ റോളർ പിന്നുമാണ് കേട്ടോ. ഇതൊരു സെറ്റ് ആയിട്ടാണ് വരുന്നത്. ഗ്രാനൈറ്റിന്റെ ഒരു പീസാണ് ഇത്. ചപ്പാത്തി പരത്തുന്ന സംഭവം കേട്ടോ. അതുപോലെ റോളർ പിന്ന് വരുന്നത് വുഡനിലാണ്. നല്ല ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് വരുന്നത്. പിന്നെ ഈ ഒരു ചപ്പാത്തി പലക എന്ന് പറയട്ടോ നമ്മുടെ നാട്ടിക്ക്. അപ്പൊ ഈ ഒരു ചപ്പാത്തി പലകനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ച അത്ര തന്നെ വലുപ്പമില്ല കേട്ടോ. വലിയ സൈസിലുള്ള ചപ്പാത്തി പലകല്ല, ഒരു മീഡിയം സൈസിൽ വരുന്നതാണ്. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വരുന്നതും. നല്ല ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റും ആണല്ലോ. പിന്നെ കാണാനും വൈറ്റ് ആയതുകൊണ്ട് തന്നെ കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു വൈറ്റ് കിച്ചണിലേക്കൊക്കെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇതിന്റെ പ്രൈസ് 235 രൂപയായിരുന്നു കേട്ടോ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത്. ആ പ്രൈസിന് എന്തായാലും ഓർത്തുള്ള പ്രൊഡക്റ്റ് ആണ്. പിന്നെ ഇങ്ങനെതാ ഈ ഒരു വൈറ്റ് തന്നെ കേട്ടോ കംപ്ലീറ്റ് വരുന്നത്. ഇനിയിപ്പോ അടുത്ത പ്രൊഡക്റ്റ് ഇതെന്താണ് മനസ്സിലായോ. ഇത് നമ്മൾ കിച്ചണിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി, അതായത് നമുക്ക് ഗ്യാസും കൗണ്ടർ ടോപ്പും അതുപോലെ കിച്ചണിന്റെ വാളിൽ വരുന്ന ടൈലും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സൊല്യൂഷൻ ആണ് കേട്ടോ. മീഷോ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. നല്ല റിവ്യൂ കണ്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് റിവ്യൂ കണ്ടിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. എന്തായാലും അടിപൊളി പ്രൊഡക്റ്റ് ആണ്. നമുക്ക് ഗ്യാസ്, അതുപോലെ എന്താ പറയാ, ടൈലിലൊക്കെ ഉള്ള ചെറിയ ചെറിയ കറകളൊക്കെ ഉണ്ടാവില്ലേ, കിച്ചൺ ടൈലിലൊക്കെ ഉള്ള, അതൊക്കെ റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന രീതിയിൽ വരുന്ന ഒരു സൊല്യൂഷൻ ആണ്. പിന്നെ ഈ ഒരു സ്പ്രേ ബോട്ടിലിന്റെ ഒരു സംഭവം കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഈ മുകളിലുള്ള ക്യാപ്പ് ജസ്റ്റ് ഒന്ന് ഊരിട്ട് ആ ഒരു സ്പ്രേ ബോട്ടിലിന്റെ പമ്പ് ജസ്റ്റ് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ സ്പ്രേ ചെയ്തിട്ട് കുറച്ചു നേരം ഒന്ന് അവിടെ വെറുതെ വിടുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് തുടച്ചെടുത്താൽ ക്ലീൻ ആയി വരും കേട്ടോ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഇനി ഇതിന്റെ പ്രൈസ് 109 രൂപയായിരുന്നു. അപ്പം എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. വാങ്ങിക്കാൻ താല്പര്യമുള്ള വാങ്ങിച്ചോളൂ. ഇപ്പൊ അടുത്തത് നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇത് കാസ്റ്റ് അയണിന്റെ ഒരു ചീനച്ചട്ടിയാണ്.
അപ്പൊ ഇത് അത്യാവശ്യം വലിപ്പമുണ്ട്, പിന്നെ കാണാനും നല്ല ഭംഗിയുണ്ട്, നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് വരുന്നത്, നല്ല വെയിറ്റ് ഉണ്ട്. നമുക്ക് ഈ ടൈപ്പ് പ്രൊഡക്റ്റ് കൈ പിടിച്ചിട്ട് വെയിറ്റ് ഉണ്ടോ ഇല്ല എന്ന് അറിയുമ്പോഴാണല്ലോ അതിന്റെ ക്വാളിറ്റി മനസ്സിലാവും. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ഇതൊന്ന് സീസൺ ചെയ്തെടുക്കണം, എന്നിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ സീസൺ ചെയ്തിട്ടൊന്നുമില്ല. അപ്പം എന്തായാലും നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ്. നമുക്ക് ഫ്രൈ ചെയ്യാനും കുക്കിംഗ് പോട്ടായിട്ടും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചീനച്ചട്ടിയാണ്. അപ്പൊ ഇതിന്റെ പ്രൈസ് 339 രൂപയാണ് കേട്ടോ. ആ ഒരു പ്രൈസിന് എക്സ്ട്രാ വർത്തുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എല്ലാ പ്രൊഡക്റ്റിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ട്. നമ്മുടെ ഈ ഒരു ബൗളുകളാണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് പുഡിംഗ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ രീതിയിൽ വരുന്ന ബൗളുകളാണ്. 6 ഒരു സെറ്റാണ്. നമുക്ക് പുഡിംഗ് ഒക്കെ സെറ്റ് ചെയ്യാൻ ഒരു കറക്റ്റ് സൈസിലാണ് വരുന്നത്. ഒരു പാർട്ടി ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ പുഡിംഗ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ട്രേകളാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് വരുന്നത്, നല്ല കട്ടിയുള്ള ഗ്ലാസ് തന്നെയാണ് വരുന്നത്. ഇതുപോലെ ട്രാൻസ്പെറന്റ് ആയിട്ട് ഇതുപോലെ പുഡിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പം ഇതിന്റെ പ്രൈസ് വന്നിട്ട് 332 രൂപ ആയിരുന്നു ഈ 6 വരുന്ന സെറ്റിന്. വേണമെന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ ഒരു 3-4 ഒക്കെ സെറ്റ് വാങ്ങി വെച്ചാൽ വലിയൊരു പാർട്ടി ഒക്കെ നടക്കുമ്പോൾ പുഡിംഗ് ഒക്കെ സെറ്റ് ചെയ്തെടുത്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇനിയിപ്പോ അടുത്ത പ്രൊഡക്റ്റ് ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ഇത് കോഫി ലവേഴ്സിനുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ അതുപോലെ ഇൻഡക്ഷൻ കുക്കറിൽ ഒക്കെ വെച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കോഫി ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു പോട്ടാണ്. അപ്പൊ ഇതിങ്ങനെ വരുന്നത് വെച്ചാൽ ഇങ്ങനെ 2 പാർട്ടായിട്ടാണ് കേട്ടോ വരുന്നത്. താഴ്ഭാഗം ഇതുപോലെയാണുള്ളത്. ഇതിൽ തന്നെ ഒരു ഫിൽറ്റർ ഒക്കെ കൊടുത്തിട്ടാണ് താഴെ. പിന്നെ കാണിച്ചു തരാം. ഈ ഒരു രീതിയിലാണ് താഴ്ഭാഗം വരിക. ഒരു ഫിൽറ്ററും ഇതുപോലെ ഇതിന്റെ താഴെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു പോട്ട് കേട്ടോ ഇത്. പിന്നെ ഒരു പോട്ട് വെച്ചിട്ട് നമുക്ക് 6 ഗ്ലാസ് കോഫി വരെ ഉണ്ടാക്കാം കേട്ടോ. ഇനിയിപ്പോ മുകൾ ഭാഗം ഈ ഒരു രീതിയിലാണ്. ഇതിനും ഇവിടെ ഒരു വാഷ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു ഫിൽറ്റർ ഒക്കെ വന്നിട്ട് അങ്ങനെയുണ്ട് ഇത് വരുന്നത്. പിന്നെ മുകൾ ഭാഗം ഇങ്ങനെ ഒരു കോയിലൊക്കെ കൊടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ ഉള്ളത്. ഇനിയിപ്പോ ഇതിന്റെ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കാന്നുള്ളത് പറഞ്ഞുതരാം. എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഒരു പോട്ട് ഉണ്ടല്ലോ, ഇതില് നമുക്ക് ആദ്യം വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പൊ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്ന ഈ ഒരു സംഭവമല്ലേ, ഇതിന്റെ താഴെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ആ ഒരു ലെവലിൽ അല്ലെങ്കിൽ അതിന്റെ താഴെയായിട്ട് കേട്ടോ. അങ്ങനെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് ഈ ഒരു ഫിൽറ്റർ നമുക്ക് ഇതിൽ ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ഫിൽറ്ററിലാണ് കോഫി പൗഡർ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ അതിൽ നമുക്ക് കംപ്ലീറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ കോഫി പൗഡർ ആ ഒരു ഫിൽറ്ററിന്റെ ഉള്ളിൽ. എന്നിട്ട് ഇതിന്റെ മുകൾ ഭാഗം നമുക്ക് ജസ്റ്റ് ഇതുപോലെ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ക്ലോസ് ചെയ്ത് കൊടുക്കുക. നല്ല ടൈറ്റ് ആയിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്കിത് എങ്ങനെയാന്ന് വെച്ചാൽ ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിൽ അങ്ങനെ, ഇനി അതല്ല ഇൻഡക്ഷൻ കുക്കറിലാണെങ്കിൽ അങ്ങനെ വെച്ചിട്ട് നമുക്കിത് ബോയിൽ ചെയ്തെടുക്കാം. ബോയിൽ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു മുകൾ ഭാഗത്തിലേക്ക് കോഫി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ ഇതിന്റെ മുകൾ ഭാഗത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സംഭവം ഒന്നും വേണ്ട. ആ ഒരു കോഫിന്റെ ഒരു എക്സ്ട്രാക്ട് ഇതിലേക്ക് വന്നോളൂ കേട്ടോ. അപ്പൊ നമുക്ക് എന്നിട്ട് അതിന് ശേഷം മിൽക്കും ഷുഗറും ഒക്കെ ആഡ് ചെയ്തിട്ട് നല്ല പെർഫെക്റ്റ് കോഫി ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ കോഫി ഇഷ്ടപ്പെടുന്നവർക്ക്, കോഫി ലവേഴ്സിന് വാങ്ങിക്കാൻ പറ്റിയൊരു അടിപൊളി പ്രൊഡക്റ്റ് ആണ്. കാരണം നല്ല ക്രീമി ആയുള്ള കോഫി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഇതിന്റെ പ്രൈസ് 514 രൂപയാണ് കേട്ടോ. മീഷോ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയിൽ വരുന്ന പ്രൊഡക്റ്റ് ആണ്, നല്ല അടിപൊളി ക്വാളിറ്റി വരുന്ന പ്രൊഡക്റ്റ് ആണ് കേട്ടോ. മീഷോയിൽ വാങ്ങിക്കുമ്പോൾ അതിന്റെ റിവ്യൂ ചെക്ക് ചെയ്താൽ തന്നെ അറിയാം. പിന്നെ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ ഒരു സംഭവത്തിന് താഴെ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഇതിപ്പോ അടുത്ത പ്രൊഡക്റ്റ് ഒരു ടിഫിൻ ബോക്സ് ആണ്. ഇതുപോലെ ഒരു ടിഫിൻ ബോക്സ് ഞാൻ മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കാലം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികൾ. പിന്നെ അതിന് ശേഷം ഇപ്പൊ 2ാമത് വാങ്ങിക്കാണ്. ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ നല്ല അടിപൊളി ക്വാളിറ്റി തന്നെയാണ് വരുന്നത്. കണ്ടാൽ തന്നെ ഏകദേശം മനസ്സിലാകുന്നുണ്ടാവും. ചില ടൈമിൽ നന്നായിട്ട് പ്രൈസ് ഹൈയിലായിരിക്കും ഇട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ പ്രൈസ് നല്ല ലോ ആയിട്ടാണുള്ളത് മീഷോയില്. ഇപ്പൊ സ്കൂൾ തുറക്കുന്ന ആ ടൈമിലൊക്കെ, ഓപ്പണിങ്ങിന്റെ ആ ടൈമിലൊക്കെ ഭയങ്കര പ്രൈസ് കൂടുതലായിട്ടാണ് മീഷോയിൽ കാണിക്കാറുള്ളത്. മീഷോയിൽ നല്ല ബാക്കിയുള്ള സൈറ്റിൽ അതിനേക്കാൾ ഡബിൾ ആയിട്ടാണ് കാണിക്കാറുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ ലിഡൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്ലിപ്പ് ചെയ്യുന്ന ടൈപ്പിലാണ് ക്ലോസ് ചെയ്യുക. പിന്നെ ഈ ലിഡിന് വാഷും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ നമ്മള് ഉള്ളിലുള്ള ഐറ്റംസ് ഒന്നും പുറത്തു പോകാനുള്ള പേടിയൊന്നും വേണ്ട. പിന്നെ ഒരു ചെറിയ ഇതുപോലെ ഒരു സംഭവം, ഒരു
ബോക്സ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് കറികളൊക്കെ വേണമെന്ന് വെച്ചാൽ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉൾഭാഗത്ത് ഒരു സ്പൂണും ഇതിൽ കൂടെ കൊടുത്തിട്ടുണ്ട്. മുന്നേ ഞാൻ വാങ്ങിച്ച സമയത്ത് ഒരു സ്പൂണും അതുപോലെ ഒരു ഫോർക്കും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ അതാ ഇങ്ങനെയാണ് വരുന്നത്. ഇതാ ഇതിന്റെ ഈ ഒരു ഭാഗം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലീനിങ് ചെയ്യാൻ ഈസിയാണ്. പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഈ ഒരു ഭാഗം വരുന്നത്. അപ്പൊ നമുക്ക് പ്ലാസ്റ്റിക്കിൽ ആണെന്നുള്ളൊരു പേടിയില്ല, കാരണം സ്റ്റീലാണല്ലോ. നമ്മൾ ഫുഡ് വെക്കുന്ന ഭാഗത്ത് വരുന്നത് സ്റ്റീലാണ്. അപ്പം അങ്ങനെ കേട്ടോ. അപ്പൊ ഇതിന്റെ പ്രൈസ് ഇപ്പൊ ഞാൻ വാങ്ങിച്ച സമയത്ത് 343 രൂപയായിരുന്നു കേട്ടോ. അപ്പം വാങ്ങിക്കാൻ താല്പര്യമുള്ളത് പെട്ടെന്ന് വാങ്ങിച്ചോട്ടോ. പ്രൈസ് ഒക്കെ കൂടുന്നതിന് മുന്നേ തന്നെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് ഇതൊരു ട്രേ ആണ്. ഇതുപോലെ 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ടൈപ്പുള്ള ട്രേ ആണ്. അപ്പൊ ഇതിന്റെ വേറൊരു മോഡൽ ഞാൻ മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വേറൊരു നല്ല ഭംഗിയുള്ളൊരു മോഡൽ ഉണ്ട്, കാരണം ഈ ഒരു ട്രാൻസ്പെറന്റിൽ ഈ ഒരു ഗോൾഡൻ കളറൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇതിന്റെ യൂസേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിച്ചണിൽ അതല്ലാന്നുണ്ടെങ്കിൽ മേക്കപ്പ് പ്രൊഡക്ട്സ് ആക്സസറീസ് ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ വരുന്ന ട്രേ ആണ്. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ഏത് ഭാഗത്ത് വെച്ചാലും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വരുന്നത്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ട്രേ നീക്കി കളിക്കാതെ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതിന്റെ ഓരോ പ്രൊഡക്റ്റും ഇതിൽ വെക്കുന്ന ഓരോ സാധനങ്ങളും നമുക്ക് എടുക്കാൻ കഴിയുന്നതാണ്. അപ്പൊ ഇതിന്റെ പ്രൈസ് 176 രൂപയാണ് കേട്ടോ. നല്ലൊരു പ്രൊഡക്റ്റാണ്, ഭയങ്കര യൂസ്ഫുൾ ആയുള്ള പ്രൊഡക്റ്റാണ്. നമുക്ക് കിച്ചണിലാണെങ്കിലും വാർഡ്രോബിലാണെങ്കിലും അല്ല ആക്സസറീസോ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ വരുന്നൊരു പ്ലാസ്റ്റിക്കിൽ വരുന്നൊരു ട്രേ ആണ്. കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഒരു പ്രീമിയം ലുക്ക് ഉണ്ട് കാണാൻ. അപ്പം പെട്ടെന്ന് വാങ്ങിച്ചോളുണ്ട്. ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വാങ്ങിച്ചാൽ എന്തായാലും നഷ്ടമാവില്ല, കാരണം അത്രയും നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റാണ്. ഇനിയിപ്പം അടുത്ത പ്രൊഡക്റ്റ് ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ എയർ ഫ്രയറിൽ യൂസ് ചെയ്യുന്നൊരു ട്രേ ആണ്. എയർ ഫ്രൈന്റെ ബാസ്ക്കറ്റ് പെട്ടെന്ന് ചീത്തായി പോകാതിരിക്കാനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. സിലിക്കണിലാണ് വന്നിട്ടുള്ളത്. ഇതിപ്പോ 2 വരുന്ന ഒരു സെറ്റാണ് സിലിക്കണില്. ആയതുകൊണ്ട് തന്നെ പേടിക്കേണ്ട, ചിലർക്ക് പേടിയാണ് സിലിക്കൺ ഇങ്ങനെ ചൂടാകുമ്പോൾ ഉരുകി പോവോ, നമ്മുടെ ഹെൽത്തിന് കേടാണോ. പക്ഷെ അങ്ങനൊന്നും കേട്ടോ, സിലിക്കൺ നമുക്ക് ഹെൽത്തിന് ഓക്കെയാണ്, ചൂടായാലും ഉരുകി പോകുന്നില്ല കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ്. അപ്പം എയർ ഫ്രയർ ഉള്ളവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയുള്ള പ്രൊഡക്റ്റ് ആണിത്. കാരണം എയർ ഫ്രയറിന്റെ ബാസ്ക്കറ്റ് ഇങ്ങനെ എപ്പോഴും കഴുകാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് വാങ്ങിക്കാൻ പറ്റിയ പ്രൊഡക്റ്റ് ആണ്. പ്രൈസ് 174 രൂപയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. എല്ലാ പ്രൊഡക്ട്സും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതിക്കോട്ടെ. എല്ലാ പ്രൊഡക്ട്സും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെക്ക് ചെയ്തോളൂ, വാങ്ങിച്ചോളൂ കേട്ടോ. അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ വരുന്നവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.